വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. നമുക്ക് SSLCക്കുള്ള ഇമ്പോർട്ടൻ്റ് ഇപ്പം മോഡൽ എക്സാം ഒക്കെ വരികയല്ലേ, നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് 2 മാർക്സ് 3 മാർക്സ് ക്വസ്റ്റ്യൻസ്. എൻ്റെ പഴയ ചാപ്റ്റേഴ്സിൻ്റെ ചാപ്റ്റേഴ്സായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ടവരെ അപ്പം ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ട കുട്ടികൾ അതിൽ കയറി കാണുക, പഠിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1. 2 മാർക്സും 3 മാർക്സിൻ്റെയും ക്വസ്റ്റ്യൻസാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫൈൻഡ് മീൻ ആൻഡ് മീഡിയൻ. First, 7 odd natural numbers. Odd natural numbers. 1, 3, 5, 7. അങ്ങനെ 1, 2, 3, 4, 5, 6, 7 natural numbers. Mean is equal to sum of 7 numbers divided by 7. ഇവിടെ 7 odd natural, ഫസ്റ്റ് n odd natural നമ്പേഴ്സിൻ്റെ സ്ക്വയർ എന്താ? n സ്ക്വയർ അല്ലേ? ഇവിടെ 7 odd natural നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം സം ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? 7 സ്ക്വയർ സം ഓഫ് ദീസ് നമ്പേഴ്സ് ബൈ, ഇതാണ് 7 സ്ക്വയർ ബൈ നമ്പർ ഓഫ് നമ്പേഴ്സ് എത്രയാണ്? 7. 1 + 3 + 5 + 7 + 9 + 11 + 30, അതാണ് 7 സ്ക്വയർ ബൈ 7. ഇത് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. മീഡിയം ഇപ്പോൾ അസെൻഡിങ് ഓർഡറിലാണ് അല്ലേ? ഇൻക്രീസിങ് ഓർഡർ, ചെറുതിൽ നിന്ന് വലുതിലോട്ട്. 7 എന്ന് പറയുന്ന ഓഡാണ്, നമ്പർ ഓഫ് നമ്പേഴ്സ് ഓഡാണ് അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ മീഡിയൻ എന്താ? 7 + 1 8, 8ൻ്റെ ഹാഫ് 4, ലെഫ്റ്റിൽ നിന്ന് 4th നമ്പർ, 4ാമത്തെ നമ്പർ 1, 2, 3, 4. മീഡിയം. ഇത് 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1, 2, 3, 4. 7 + 1 8, 8ൻ്റെ ഹാഫ് 4. നമ്മൾ ലെഫ്റ്റിൽ നിന്ന് 4ാമത്തെ നമ്പർ എടുക്കുക. 1, 2, 3, 4. Angle Q is equal to 70 degree. Angle Q 70 degree. 1. Find angle APB, angle P. APB. 2. Angle AOB, this angle. AQB അല്ലേ? അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിലെത്തിയ ഒരു ആംഗിളാണ് AQB. ഇപ്പം മിഡിൽ വെർട്ടെക്സ് സർക്കിളിലാണ് അല്ലേ? അപ്പം അങ്ങനെ വരുന്ന എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിലെത്തുന്ന വേറൊരു ആംഗിൾ ഏതാണ്? APB. ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെൻറ്റ് ആർ ഈക്വൽ. സോ ഫസ്റ്റ് ആംഗിൾ ആൻസർ ആംഗിൾ 1. ആംഗിൾ APB is equal to 70 degree. ഇനി AQB നമ്മൾ നോക്കുന്നത് ഇതിനകത്ത് നിൽക്കുന്ന ആർക്ക് ഏതാണ്? AB. ഈ ആർക്കിൻ്റെ സെൻട്രൽ എൻ പോയിൻ്റ് സെൻട്രലിലോട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ആംഗിൾ കിട്ടും അല്ലേ? അതെപ്പോഴും എന്തായിരിക്കും? ഇതിൻ്റെ ഡബിളായിരിക്കും. ആംഗിൾ AOB is equal to 70 into 140 degree. Draw the coordinates.
Draw the coordinate axis and mark the point. Draw the axis, x-axis and y-axis. Just short and mark the points. A36, B -24, C34. First part this mark here. Second part, write the suitable name for the triangle. -1, -2. Three, 6. X3, Y6. -2, 4. 3, 4. നമ്മൾ ജോയിൻ ചെയ്തുകൊണ്ട് C34, A36. AC y-axis parallel ആണ്. ഇതെന്ത് triangle ആണ്? Vertical. So this is 90 degree. So triangle ABC is a right angled triangle. Suitable name. Y-axis, x-axis. Triangle ABC and BDC are equilateral triangles. Equilateral triangle. Angle B is the point -40, C is the point 40. A. Find A and C. Sorry, A and D. A and D. Coordinates of A and D. ഇവിടെ equilateral triangle. ABC, AC, AB. All sides are equal. This is equal to 4. This is equal to 4. So BC is equal to 8. AB is also 8. നമുക്ക് എന്ത് കാണാം? പൈതഗോറസ് തിയറം അനുസരിച്ച് OA കാണാം. OA is equal to, ഇവിടെ എഴുതേണ്ട സ്റ്റെപ്പ്, BC is equal to 4 minus -4. Distance between B and C, 8. ABC, BDC, both are equilateral triangles. So AB is equal to AC is equal to BC, AB is equal to BC is equal to 8. So AB is equal to 8. OA, root of 8 square minus 4 square.
48 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 4 ഇൻറ്റു 4 ഇൻറ്റു 3 4√3. Therefore A is a point on y-axis. So x coordinate of any point on the y-axis is 0, 4√3. D below the origin. 0, -4. ഇവിടെ സെക്കൻഡ് പാർട്ട് ഫൈൻഡ് AC and BD. ഇവിടെ സ്യൂട്ടബിൾ നെയിം ചോദിച്ചിരുന്നെങ്കിൽ എന്ത് വരും? റോംബസ് അല്ലേ? 8 8 8 8. ഷോൾ ആംഗിൾസ് ഈക്വൽ അല്ല, കാരണം ഇവിടെ 120 വരും. 60 + 60 120 അങ്ങനെ വരും. ഇവിടെ ചോദിച്ചിരിക്കുന്ന സെക്കൻഡ് പാർട്ട് ഫൈൻഡ് AC and BD. AC is equal to BC and AD. Diagonals. BC is equal to 8. AD is equal to 4√3 4√3 8√3. കുറച്ച് ഷോർട്ടാക്കി കുറച്ച് വായിക്കാം, കുറച്ച് 2 ബോക്സസ് ഉണ്ട്. ഫസ്റ്റ് ബോക്സിൽ 8 ബ്ലാക്ക് ബോൾസ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ബ്ലാക്ക് വൈറ്റ്, ബ്ലാക്ക് വൈറ്റ്. 8 balls, 8 black, 12 white, 9 6. One ball is taken from each box at random. A. Probability of taking both black balls. ബോത്ത് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റിൽ നിന്ന് ബ്ലാക്ക് എടുക്കണം, സെക്കൻഡിൽ നിന്ന് ബ്ലാക്ക് എടുക്കണം. 8 × 9. ഹിയർ ടോട്ടൽ 20. ഇവിടെ ടോട്ടൽ എത്രയാണ്? 15. സെക്കൻഡ് പാർട്ട് ഇവിടെ ബോത്ത് വൈറ്റ് ആയിരുന്നെങ്കിലോ 12 × 6 / 20 × 15. ബി പാർട്ട് 1 ball is black and other is white. നമ്മൾ ഫസ്റ്റിൽ നിന്ന് ബ്ലാക്ക് എടുക്കുന്നെങ്കിൽ ഇവിടെ വൈറ്റ് എടുക്കണം അല്ലേ? 8 × 6 പ്ലസ് നമ്മൾ ഫസ്റ്റിൽ നിന്ന് വൈറ്റ് എടുത്താലോ സെക്കൻഡിൽ നിന്ന് ബ്ലാക്ക് എടുക്കണം. ഹോൾ ഡിവൈഡഡ് ബൈ 20 × 15. ഇവിടുന്ന് ബ്ലാക്ക് എടുത്തു, വൈറ്റ് എടുത്തു. 1 ബ്ലാക്ക് 1 വൈറ്റ്. ഇനി ഫസ്റ്റിൽ നിന്ന് വൈറ്റ് എടുക്കുമ്പോൾ സെക്കൻഡിൽ നിന്ന് ബ്ലാക്ക്. Three. 52. 2. 26. 50. 13. 25. Next question.
all edges of a square pyramid are equal. Pyramid are of equal. Base edge is 8 centimeter. Are of length. All edges of a square pyramid are of length 8 centimeter. One. Area of one lateral face. B TSA. All edges of a square pyramid are equal. Of length എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം ഈക്വൽ ആണ്. ലാറ്ററൽ എഡ്ജും ബേസ് എഡ്ജും ഈക്വൽ ആണ് അല്ലേ? A is equal to E is equal to 8. All edges are equal means one lateral face is equilateral triangle. Area of one equilateral triangle in the √3 a square by 4. A. Area of one lateral face. √3 by 4 into a square. 8 into 8. Square centimeter. TSA. Total surface area. Total surface area is equal to LSA plus base area. Lateral surface area plus base area. LSA എന്ത്? ഇത് വൺ ലാറ്ററൽ ഫേസ് ആണ് 16√3. ഇങ്ങനെ എത്ര ലാറ്ററൽ ഫേസ് ഉണ്ട്? 4. 4 into 16√3. വൺ ബേസ് ഏരിയ. ബേസ് എന്താ? സ്ക്വയർ. സ്ക്വയറിൻ്റെ ഏരിയ 64. 64√3 പ്ലസ് 64. നമുക്ക് √3 ഇത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ ഇട്ടാൽ മതി. വേണമെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ടാലും മതി. സ്ക്വയർ സെൻറ്റിമീറ്റർ. ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളെല്ലാവരും ചെയ്ത് പഠിക്കുക. നാളെ മറ്റന്നാളായിട്ട് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്യാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.